നടൻ ഉണ്ണി മുകുന്ദനെതിരെ മാനേജറുടെ പരാതി. ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിച്ചെന്ന് കാട്ടിയാണ് പരാതി. പ്രകോപനവുമില്ലാതെ വളരെ മോശമായ ഭാഷയിൽ അസഭ്യം പറഞ്ഞു. മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ഗ്ലാസ് എടുത്ത് എറിഞ്ഞുടച്ചു. ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്നാലെ ഓടി വന്ന് വീണ്ടും മർദ്ദിക്കാൻ ശ്രമിച്ചു. സിനിമാ താരം ഉണ്ണി മുകുന്ദനെതിരെ മുൻ മാനേജർ വിപിൻ കുമാർ പോലീസിന് നൽകിയ പരാതിയിലെ ആരോപണങ്ങളാണിവ. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണിയുടെ പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്ത് വരികയായിരുന്നു വിപിൻ. താരത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഇക്കാലയളവിലെല്ലാം അദ്ദേഹം തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ താരത്തിനെതിരെ കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു ദശാബ്ദത്തിൽ കൂടുതലായി സിനിമാ ഇൻഡസ്ട്രിയിലുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരം വിവാദങ്ങളുടെയും ചർച്ചകളുടെയും വിഷയമായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ട വർഷമായിരുന്നു 2020. മർദ്ദിച്ചു എന്ന ഉണ്ണി മുകുന്ദന്റെ മാനേജറുടെ പരാതിയിൽ നടനെതിരെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. മർദ്ദിച്ചതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനുമാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദനൊപ്പം 6 വർഷമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ മാനേജർ വിപിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എതിരെയാണ് അദ്ദേഹമാണ് ഈ നടനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷൻ. ഇപ്പം വിപിൻ കുമാറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്കെതിരെ നടന്ന PR വർക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ കോർ ഓഡിയൻസ് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിപിൻ കുമാർ ആരാണെന്നും എങ്ങനെയാണെന്നും എന്താണെന്നുള്ളതും അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിനകത്ത് എന്താണെങ്കിലും പിൻ ചെയ്ത് വയ്ക്കും. വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇയാളാളത്ര വെടിപ്പല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കെതിരെ ഈ വിപിൻ കുമാർ ചെയ്ത PR സ്റ്റണ്ട് അടക്കമുള്ള പരിപാടികൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ്. അതിൽ നിന്നും എൻ്റെ പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞവൻ ലോക മാനിപ്പുലേറ്ററാണ്. ഒരു കാര്യം വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത്, അതാണ് PR വർക്കിന് ഏറ്റവും ബേസിക്കായിട്ട് ആവശ്യമുള്ളത്, ക്വാളിറ്റി. അത് ഇവനുണ്ട്. അപ്പോൾ ഈ ഒരു ഉണ്ണി മുകുന്ദനെതിരെ കൊടുത്തിട്ടുള്ള കേസ് വിഷയത്തിനകത്ത് ഇവനിത് നരിവേട്ടയിലേക്കും ടൊവീനോയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആസ്പെക്റ്റ് വേറെയാണ്. ഓക്കെ, മേ ബി ഈ പ്രൊഫഷനകത്തുള്ള ആളുകൾക്ക് തമ്മിൽ ചെറിയ ഈഗോ ക്ലാഷുകൾ കാണുമായിരിക്കും. ഓക്കെ, പക്ഷേ വിപിൻ കുമാർ എന്ന് പറഞ്ഞ ഈ മാനിപ്പുലേറ്റർ, ഇവൻ ഈ ഇഷ്യൂ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കാരണം ഇവന് പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഇത്തിൽ കണ്ണി പോലെ കൂടി ഉണ്ണി മുകുന്ദൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഉണ്ണി മുകുന്ദൻ ഇന്നിരിക്കേണ്ട ഒരവസ്ഥയിൽ എത്താനുള്ളൊരു മെയിൻ റീസൺ ഈ ഇത്തിൽ കണ്ണിയാണ്.